ഇനി വരുന്നത് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് അല്ല, നമ്മുടെ ഒന്നാമത്തെ ബ്ലോക്കിൽ തന്നെ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. അതിൽ വരുന്നത് സഞ്ചാരികളുടെ കുറിപ്പുകളാണ്. അപ്പൊ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ കൃതികളെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത്തെ യൂണിറ്റിൽ ശാസനങ്ങളെയും നാണയങ്ങളെയും കുറിച്ച് പറഞ്ഞു. ഇനി മൂന്നാമത്തെ യൂണിറ്റിൽ സഞ്ചാരികളുടെ കുറിപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഗ്രീക്കിൽ നിന്നും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ കുറിച്ച് പ്രധാനപ്പെട്ട ആളുകളും അവരുടെ വിവരണങ്ങളും അവരുടെ കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണ് മെഗസ്തനീസ്. മെഗസ്തനീസ് ആണ് നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് എത്തിയിട്ടുള്ള വിദേശ സഞ്ചാരി എന്ന് പറയുന്നത്. പിന്നീട് വന്ന ആളാണ് പ്ലിനി. പ്ലിനിയുടെ പുസ്തകമാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഒരു കൃതിയാണ് പറയുന്നത് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിന്റെ അജ്ഞാത കർത്താവ്. അതായത് ഈ ഒരു കൃതി എഴുതിയത് ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പെരിപ്ലസുകാരൻ എന്നൊക്കെയാണ് നമ്മൾ ഇതിന്റെ കർത്താവിനെ പറയാറുള്ളത്. ആ ഒരു കൃതിയിലും നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള ആളാണ് ടോളമി. ടോളമിയുടെ ഭൂമിശാസ്ത്രത്തിലും നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളെ കുറിച്ചും പരാമർശമുണ്ട്. പിന്നെ ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്റ്റാന എന്ന് പറയുന്ന കൃതിയിലും നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കോസ്മോസ് ഇൻഡിക്കോ ക്രിസ്തുസിന്റെ ഭാരതീയ ക്രിസ്തുമത വിവരണങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലും നമ്മുടെ കേരളത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ പറയുന്ന ഒരു 3 പേരുണ്ട്. മെഗസ്തനീസ്, പ്ലിനി, ടോളമി എന്നിവര് പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ അതുപോലെ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ, ഈ ഒരു കൃതിയും നമ്മുടെ കേരള ചരിത്രത്തെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കൃതിയും കൂടിയാണ്. പിന്നെ പ്ലിനിയുടെ കൃതിയാണ് നാച്ചുറൽ ഹിസ്റ്ററി. ഈ ഒരു 4 എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊരിക്കലും മറക്കാനായിട്ട് പാടില്ല. പിന്നെ വരുന്നതാണ് വാങ്ത്വായൻ. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് വാങ്ത്വായൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് താവോ ഇജിലി എന്ന് പറയുന്നത്. അതിലും നമ്മുടെ അദ്ദേഹം ഇവിടെ വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ അദ്ദേഹം കണ്ടിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. പിന്നെ വരുന്ന ആളാണ് ചൗജുക്ക. അദ്ദേഹവും ചൈനീസ് സഞ്ചാരി തന്നെയായിരുന്നു. പിന്നെ വരുന്നതാണ് മാഹ്വാൻ. അദ്ദേഹവും ചൈനീസ് സഞ്ചാരി തന്നെയാണ്. അപ്പൊ ഇവരുടെയൊക്കെ വിവരണങ്ങളിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. പിന്നെ വരുന്ന ആളാണ് സുലൈമാൻ. അദ്ദേഹം അറബി സഞ്ചാരിയായിരുന്നു. പിന്നെ വരുന്നതാണ് ഇദ്രീസി, അതുപോലെ യാഗൂദ്, അവരും അറബി സഞ്ചാരികൾ തന്നെയായിരുന്നു. പിന്നെ മസൂദി അൽബറൂണി, പിന്നെ ഇബിനു ബത്തൂത്ത, ഈ ഒരു 3 പേര് ഈ ഒരു അറബി രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള വിദേശ സഞ്ചാരികളാണ്. ഈ മസൂദി, അതുപോലെ അൽബറൂണി, ഇബിനു ബത്തൂത്ത തുടങ്ങിയവരുടെ കൃതികളിൽ നിന്നൊക്കെ നമുക്ക് ഇവിടുത്തെ സുഗന്ധ ദ്രവ്യങ്ങളെ കുറിച്ചും പിന്നെ നമ്മുടെ തേങ്ങയെ കുറിച്ചൊക്കെ പരാമർശങ്ങൾ കാണാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് റഷിയുദ്ദീൻ, അതുപോലെ അബ്ദുറസാഖ്, ഇവരും അറബി സഞ്ചാരികൾ തന്നെയായിരുന്നു. ഇബ്നു ബത്തൂത്തയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ അറബി സഞ്ചാരികളിൽ പ്രധാനപ്പെട്ട ആളുകളാണ് മസൂദി, അതുപോലെ അൽബറൂണി, ഇബ്നു ബത്തൂത്ത, സുലൈമാൻ തുടങ്ങിയവരൊക്കെ. പിന്നെ വരുന്നതാണ് റബി ബെഞ്ചമിൻ, റബി നിസിം, മാർക്കോ പോളോ, ജോർഡാനസ്. നമുക്ക് ചെറിയൊരു റേഞ്ച് ഇഷ്യൂ ആയിട്ട് പോയതാണ് കേട്ടോ. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ സഞ്ചാരികളുടെ കുറിപ്പുകളെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ മെഗസ്തനീസ്, പ്ലിനി, ടോളമി ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന കൃതിയെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ചൈനീസ് സഞ്ചാരികളായിട്ടുള്ള വാങ്തോയാൻ, ചൗജുക്ക, മാഹ്വാൻ ഇവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അറബി സഞ്ചാരികളായിട്ടുള്ള സുലൈമാൻ, ഇദ്രീസി, യാഗൂദ്, മസൂദി, അൽബറൂണി, റഷിയുദ്ദീൻ, അബ്ദുറസാഖ്, ഇബ്നു ബത്തൂത്ത ഇവരെ കുറിച്ചും നമ്മൾ പറഞ്ഞു. പിന്നെ യൂറോപ്യൻ സഞ്ചാരികളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റബി ബെഞ്ചമിൻ, റബി നിസിം, മാർക്കോ പോളോ, ജോർഡാനസ് എന്നിവരെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ഇറ്റലിക്കാരനായിട്ടുള്ള നിക്കോളോ കൊണ്ടിയെയും അതുപോലെ വർത്തേമയെയും കുറിച്ച് നമ്മൾ പറഞ്ഞു.
ബാക്കി വരുന്ന ആളുകളാണ് അബ്ദുറസാഖ്, അത്തനേഷ്യസ് നികിതിൻ, ഹിറോയിനിമോ ഡി സാന്ത സ്റ്റെഫാനോ, പിയോ ഡി കോവിൽഹാം, ഡ്വാർത്ത ബർബോസ, സീസർ ഫെഡറിക്. ഇവരൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള സഞ്ചാരികളിൽ പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ വരുന്ന കൊച്ചിയിലേക്ക് ആദ്യം വന്നിട്ടുള്ള ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച്. പിന്നെ പിറാർഡി ലാവൽ, പീട്രോ ഡെല്ലാവെല്ലി, ജെസൂട്ട് മിഷണറിമാരുടെ കത്തുകൾ, പിന്നെ ഡിയോഗോ ഗോൺസാൽവിസ് മലബാറിന്റെ ചരിത്രം എന്നുള്ള ബുക്ക്, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഹിസ്റ്റോറിയ ഡു മലവൻ, അതായത് മലബാറിന്റെ ചരിത്രം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്, ഡിയോഗോ ഗോൺവാലിസ്. പിന്നെ ഉദയംപേരൂർ സുനഹദോസ്, അത് 1599 നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന നസ്രാണി ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗോവ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പാശ്ചാത്യ ലത്തീൻ സഭയിലെ പ്രതിനിധികൾ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു സഭാ സമ്മേളനമാണ് ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു 1599 അത് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ ഒരു കാലഘട്ടത്തിലെ പല സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലിൻഷോട്ടൻ, പിന്നെ വരുന്ന ആളുകളാണ് ഗൊള്ളനെസെ, മൂൺസ്, വാൻഡ്രിഡ് എന്നിവരുടെ ഓർമ്മക്കുറിപ്പുകൾ. ഇവിടെ വന്നു പോയതിനു ശേഷം അവരെഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളിൽ നമ്മുടെ കേരളത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹോർത്തൂസ് മലബാറിക്കിസ്, അതായത് ഒരു ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അത് ആരാണ് എഴുതിയതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അജ്ഞാത കർത്തൃത്വമാണ്. പിന്നെ വരുന്നതാണ് തലശ്ശേരിയിലെ കൂടിയാലോചനകൾ എന്ന് പറയുന്നത്. അത് ഒരു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്ന കാര്യം കൂടിയാണ്. പിന്നെ ഫ്രാൻസിസ് ബുക്കാനൻ ആണ്. ഇപ്പൊ ഇത്രയും സഞ്ചാരികളാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതിലേറെ ആളുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഗ്രീക്കിൽ നിന്നും അതുപോലെ റോമൻ സാമ്രാജ്യം, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ, പിന്നെ അതുപോലെ ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് സഞ്ചാരികൾ വന്നിട്ടുണ്ടായിരുന്നു.